ഇന്ന് ദീപാവലിയാണ്. അതെ. എന്നിട്ട് നമ്മളിവിടെ പാട്ടൊക്കെ പാടി ദീപമൊക്കെ കത്തിച്ചു. അതൊക്കെ സെലിബ്രേഷൻ ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്നാലും എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ സ്വീറ്റ്സ് തന്നില്ല? എല്ലാ പ്രാവശ്യവും എനിക്ക് തരാറില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ പഴോ അതല്ലേ ഞാൻ അതല്ല എനിക്ക് വേണ്ടത്. പല രാജ്യങ്ങളും ഇപ്പൊ പഞ്ചസാര ബാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ അമേരിക്ക ഇപ്പൊ ഓൾറെഡി ചെയ്യാൻ പോവാണ്. വൈറ്റ് കളർ അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര കഴിക്കുന്ന മധുരം കഴിക്കുന്ന കേടാണ്. പകരം ഫ്രൂട്ട്സ് കഴിച്ചോളൂ. ശർക്കര ഉണ്ടാക്കി എന്തെങ്കിലും തരാൻ പറ്റുമോ പ്ലീസ്? അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, മധുവങ്ങൾ അപ്പൊ ഷുഗർ കട്ടാണ്. ഷുഗർ കട്ടാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ മധുരം കൊണ്ടുവന്ന മധുരം കഴിക്കില്ല. ഇന്ന് കഴിക്കും. ദീപാവലി അല്ലേ? ദീപാവലിക്ക് കഴിക്കും. വിശേഷ ദിവസങ്ങളിൽ തീരുമാനിക്കും നമ്മളെപ്പോ കഴിക്കണം. മനസ്സിലായ? അല്ല അവിടെ എല്ലാം തീരുമാനിക്കണം. അതെ, ആര്യ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലിയാണ്. അപ്പൊ നമ്മള് സ്വീറ്റ്സ് കഴിച്ചില്ലെങ്കിൽ ശരിയാവോ? ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ദീപാവലി വരുമായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരൂ? കല്യാണം കഴിച്ചിട്ടുള്ള ദീപാവലി സ്പെഷ്യലാണ്. ആ പഴം എടുത്ത് കൊടുക്ക് ചേച്ചി. അയ്യോ, മുട്ടായൊക്കെ തീർന്നു പോയി. അതല്ല, ആര്യ ചേച്ചിക്ക് നമ്മളാണ് തരാൻ പോകുന്നത് ഗിഫ്റ്റ്. നമ്മളല്ല, ഗിഫ്റ്റുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ പ്രാവശ്യവും ദീപാവലി ഉണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരത്തുള്ളൂ. ആദ്യമായിട്ട് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരൂ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ആര്യ ചേച്ചിക്കും ഷുഗർ കട്ട് ചെയ്തിരിക്കുന്ന മധുവങ്ങളും MJ അങ്കിളിനും ഒക്കെ സ്പെഷ്യൽ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ റൈക്ക കുട്ടി എത്തിയിരിക്കുകയാണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ലെറ്റ്സ് വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ചെന്നൈ സ്വീറ്റ്സ്. ചെന്നൈ സ്വീറ്റ്സ് മധുവങ്ങൾ കഴിക്കരുതേ. അല്ല, എനിക്ക് ഇന്ന് കഴിക്കും. ദീപാവലിക്ക് അമേരിക്കയിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. തന്നെ തന്നു. இப்போ நான் வந்து இதெல்லாம் சென்னையில இருந்து உங்களுக்கு வேண்டி ஸ்பெஷலா கொண்டு வந்திருக்கேன். ஆமா, சென்னையில இருந்து. என்னெல்லாம் இருக்கு? இது வந்து ஜிலேபி, அதுவும் ஜிலேபி, லட்டு, காஜு கட்லி. இப்போ இதெல்லாம் நான் வந்து சென்னையில இருந்து உங்களுக்கு வேண்டி ஸ்பெஷலா. குலாப் ஜாமுன் இருக்கு? குலாப் ஜாமுன் இல்ல, அது வந்து போய்டும், லீக் ஆயிடும். அந்த தண்ணி வேண்டாமா? குலாப் ஜாமுன் தண்ணி தட்டுல எப்படி அது போட்டுட்டு வர முடியும்? அதான் எனக்கு ரொம்ப பிடிக்கும். என்னோட ஃபேவரட். எனக்கும் குலாப் ஜாமுன், ரசகுல்லா, ரசமலாய். நாங்க வந்து வடிக்கால 4 மணிக்கு எழுந்திருந்து எண்ணெய் எல்லாம் தேய்ச்சு பட்டாசு எல்லாம் வெடிச்சு நன்னா குளிச்சு எல்லாம் வருவோமா. இப்ப அங்க போக முடியல. அப்போ அதனால நான் உங்களுக்கு வந்து சென்னையில இருந்து ஸ்வீட்ஸ் எடுத்துட்டு வந்திருக்கேன். பிரமாதம் பிரமாதம். கொதி വരുന്നു. கொஞ்சம் தருவீங்களா? இப்ப தரேன். சரி, இதுல நான் என்ன சூஸ் பண்ணும்? எல்லாமே வேணும் எனக்கு. எல்லாமே சூஸ் பண்ணலாம் இல்லையா? எல்லாமே எனக்கு. എടുത്തോ. മധുവങ്കളിന് ഇല്ലാട്ടോ, ആ സൈഡിൽ കൊടുക്കലേ. ദീപാവലിക്ക് കഴിക്കും. വേണ്ട, അങ്ങനെ കഴിക്കണ്ട. ലഡു. താങ്ക് യു റൈക്ക. ഞാൻ എല്ലാം ഓരോന്ന്. എനിക്ക് എല്ലാം ഓരോന്ന്. എനിക്കും എല്ലാം ഓരോന്ന് വേണേ. അയ്യോ, ഞാൻ നാണക്കേടെന്ന് വിചാരിക്കണ്ട, എടുത്തോളൂ. എന്തോ ரொம்ப நல்லா இருக்கு. ரொம்ப நன்றி. நான் வந்து சென்னைக்கு போயிருந்தேன். சென்னைக்கு போய் பின்னி சேச்சியை பார்த்தேன். பின்னி சேச்சி தான் கூப்பிடுவீங்களா? ஆமா. பின்னி சேச்சி என்ன சொன்னது? அப்படி கூப்பிட்டா போறேன்னு சொன்னேன். அப்படியா? என்ன கூப்பிடணும்? மது அங்கிள். பின்னி சேச்சி கூப்பிட்டானாக்கா என்ன மது சேட்டான்னு கூப்பிடணும். வேணாம் சொல்ல, அப்படியெல்லாம் கூப்பிட வேணாம். நாங்க ரெண்டும் சேம் ஏஜ். அப்படியெல்லாம் வேணாம். அங்க சென்னையில ரொம்ப ஃபேன்ஸ் இருக்குல்ல? ஆமாம். என்னாச்சு? 72 மேலக்கர்த்தாஸ் பாடி நிறைய லவ் அண்ட் சப்போர்ட் தந்தது. அந்த வீடியோ கூட ரொம்ப வைரல் ஆச்சுல.
இதுக்கெல்லாம் காரணம் ஆறு பின்னி சேச்சி தானே. அப்படியா? பின்னி சேச்சி எல்லாமே பின்னி சேச்சி. ஆமா எல்லாமே பின்னி சேச்சி. பின்னி மட்டும் தான் பின்னி. எஸ். வேற யாராவது பின்னி இருக்கா? இல்ல இல்ல பின்னி மட்டும் தான் பின்னி. நீங்க பின்னியோட ஸ்டூடெண்டா? ஆமா. ஏன் முதல்ல சொல்லல? പറഞ്ഞു நீங்க சொல்லிட்டீங்களா? എവിടെ പോയിരിക്കും? நீங்க வத்திக்கான்ல இருந்ததுல அந்த டைம்ல. அப்படியா? ஓகே ஓகே. அதுக்கப்புறம் நான் அங்க வித்யாரம்பத்துக்கு போக முடியல. அதனால அங்க போய் எனக்கு இந்த பாவாடை gift தந்தா பின்னி சேச்சி. அதான் போட்டு வந்தீங்களா? ஓ அழகா இருக்கே. இது பின்னியோட ஏதோ சாரி கட் பண்ணி பண்ணிருக்க போல இருக்கு. பின்னியாட்டி ഇവിടെ ഇല്ലാന്നുള്ള ഒറ്റ ധൈര്യത്തിലാ.